അസ്സലാമലൈക്കും, നമസ്കാരം. മറ്റൊരു കിടിലൻ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ വീടില്ലേ, ഇത് ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഇരുനില വീടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ, നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ഈ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂര് നോർത്ത് അന്നാരയിലുള്ള ആബിദ ഷെരീഫ് ദമ്പതികളുടെ ഒരു വെറൈറ്റി ഡിസൈനിൽ വരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. ഇരുനിലയിലായിട്ട് 2 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ വീട് വരുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നിങ്ങൾ ഞങ്ങളെ വീഡിയോ ഷെയർ ചെയ്യൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഒരു ലൈക്ക് കൊണ്ട് യൂട്യൂബ് തന്നെ അത് ഓട്ടോമാറ്റിക്കലി റെക്കമെൻഡ് ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കും. അപ്പോൾ എല്ലാവരും പറ്റുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ളോഗ്സ്. എവിടെയൊക്കെ ഒരു പഴമയുടെ പുതുമ നിലനിർത്തിക്കൊണ്ട് പണിതിട്ടുള്ള നമ്മുടെ ഈ മനോഹരമായ വീട് വന്നിട്ടുള്ളത് 4.5 സെന്റ് സ്ഥലത്ത് 1200 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ. വീടിന്റെ ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിലേറെ തന്നെ മുറ്റൊക്കെ വരുന്നുണ്ട്. നാച്ചുറൽ സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇത് അവിടെ ആയിട്ട് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല കേട്ടോ, വീടിന്റെ ഫ്രണ്ടിലായിട്ട് നോക്കിയാൽ ഇതുപോലെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ കുറേ നല്ല ഭംഗിയിൽ വരുന്ന പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീടിന്റെ എക്സ്റ്റീരിയർ ലുക്കിലേക്കൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പൊതുവെ കാണുന്ന ഡിസൈനിങ്ങിൽ നിന്നും ഒന്നുകൂടെ വ്യത്യസ്തമായിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ എക്സ്റ്റീരിയർ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ളത്. എക്സ്റ്റീരിയർ മാത്രമല്ല കേട്ടോ, നമ്മൾ വീടിനകത്ത് ചെന്നാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളതും. ഇനി വീടിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ഷോ വാള് വരുന്നുണ്ട്. അതിലായിട്ട് പ്ലാസ്റ്ററിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ ഒരു സ്പോക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മളിവിടെ ബോർഡേഴ്സിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ പെയിന്റിങ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇതേ മുകളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ലുക്കൊക്കെ കാണാൻ. നമ്മുടെ സിറ്റ് ഔട്ടിന്റെ മെയിൻ വ്യൂ എന്ന് പറയുന്നത് മുന്നിൽ നിന്നാണെങ്കിലും ഇത് ഈ ഒരു സൈഡിൽ കൂടാണ് കേട്ടോ എൻട്രൻസ് വരുന്നത്. എക്സ്റ്റീരിയർ ലുക്കിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ ഇതുപോലെ മൊത്തത്തിൽ LED ലൈറ്റ്സും ഷോ ലൈറ്റ്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നൈറ്റിലെ വ്യൂവും കിടിലെന്നായിരിക്കേ. അപ്പൊ ദേ നമ്മൾ കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്ത് കൂടാണ് കേട്ടോ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാൻ കഴിയുക. അപ്പൊ അവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് 2 സ്റ്റെപ്പ് വരുന്നുണ്ട്. സ്റ്റെപ്പിലായിട്ടൊക്കെ വരുന്നത് നമ്മുടെ ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കേട്ടോ. അവിടെ ആയിട്ടൊരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്നതാ ഒരു കുഞ്ഞു സിറ്റിംഗ് ഏരിയ പോലെയും ചെയ്തിട്ടുണ്ട്. ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റ് ആണ് വരുന്നത്. അതിന്റെ 2 ഭാഗത്തായിട്ടും 2 പില്ലേഴ്സ് വരുന്നുണ്ട്. പില്ലറിലായിട്ട് കൊടുത്തിട്ടുള്ള ഈ വുഡൻ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇവരെടുത്ത് വെച്ച കുറച്ച് പഴയ വുഡിന്റെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഈ സിറ്റ് ഔട്ട് വന്നിട്ട് 120 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ. നമുക്ക് ഈ വീടിന്റെ കറക്റ്റ് സൈസ് അല്ല കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഓരോ ഏരിയന്റെയും സ്ക്വയർ ഫീറ്റ് കണക്കാണേ. അതുകൊണ്ട് ഞാൻ ഓരോ ഏരിയന്റെയും സ്ക്വയർ ഫീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. സിറ്റ് ഔട്ടിലായിട്ട് നല്ല ഭംഗിയിൽ 2 ബ്യൂട്ടിഫുൾ ചെയർസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ ആ വോളിലായിട്ടൊരു വോൾ ലൈറ്റും വരുന്നുണ്ട്. ഇനി നമ്മുടെ സിറ്റ് ഔട്ടിൽ ഈ ഒരു വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലൊരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് അകത്ത് വരുമ്പോൾ കറക്റ്റ് എന്താന്ന് മനസ്സിലാവേ. ഇവിടെ ഫ്ലോറിലായിട്ടൊക്കെ മാർബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഫ്ലോറിലായിട്ട് നല്ല ഭംഗിയിൽ ഒരു കാർപ്പറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അകത്തേക്ക് കയറല്ലേ. അതിനായിട്ട് ഫ്രണ്ടിലെ മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിൽ വരുന്ന വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ. ഹാൻഡിലായാലും നീളത്തില് വുഡിന്റെ തന്നെയാണ് കേട്ടോ വരുന്നത്. അകത്തേക്ക് കയറി വരുമ്പോൾ നമ്മൾ ആദ്യം എത്തുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ.
150 സ്ക്വയർ ഫീറ്റിലാണ് ഈ ലിവിംഗ് ഏരിയ ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ 2 സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻഡിഗോ കളറിൽ നല്ല രസം കിട്ടും കാണാനായിട്ട്. ഒരു വെൽവെറ്റ് ഫിനിഷിംഗ് ഒക്കെ വരുന്ന നല്ല ഭംഗിയിൽ വരുന്ന കംഫർട്ട് ആയിട്ടുള്ള സോഫ തന്നെയാണ്. അതിന് നടുക്കായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഒരു കാർപ്പറ്റ് ഒക്കെ കൊടുത്തിട്ട് അതിൽ വുഡിന്റെ ഒരു ടീ ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വോളായിട്ട് 2 വിൻഡോ വരുന്നുണ്ട്. അതിന് 2 വശത്തായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയിൽ വരുന്ന 2 ഇൻഡോർ പ്ലാന്റ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഈ വിൻഡോയിലേക്ക് വരികയാണെങ്കിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ഈ 2 വിൻഡോസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത് പഴമയിൽ പുതുമ നിലനിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ പറഞ്ഞത് എന്താന്ന് വെച്ചാലേ ഇതൊക്കെ അവരുടെ പഴയ തറവാട്ടിലെ വിൻഡോ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇവിടേക്ക് കറക്റ്റ് മാച്ചാണേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് ഇവിടെ കാണാനായിട്ട്. പിന്നെ ഇത് നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ടില്ലേ, ഇതിങ്ങനെ ഒരു ഓപ്പൺ ഷോക്കേസ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അത് നമുക്ക് അകത്തുനിന്ന് പുറത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു വുഡൻ ഗ്ലാസ് തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ സീലിംഗിൽ കാര്യമായിട്ട് ഡിസൈൻ ഒന്നും വരുന്നില്ല. 2 വോളായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഹാളിലേക്കുള്ളൊക്കെ എൻട്രൻസ് വരുന്നത്. ആ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു പാർട്ടീഷൻ വോള് പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു വുഡിന്റെ ഒരു സിമ്പിൾ പാർട്ടീഷൻ വോൾ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഇതുപോലെ റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ ആ എൻട്രൻസിന്റെ ആ ഭാഗത്ത് മൊത്തത്തിൽ വുഡൻ പാനലിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ആ പാനലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ അവിടുന്ന് ഈ ഒരു ഹോളിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ള ആ ഒരു ലുക്ക് വന്നിട്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഈ ഹോളിലേക്ക് കയറുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹോളിൽ നിന്ന് കിച്ചണിലേക്ക് കാണുന്ന തരത്തിൽ ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും അവിടെ ആയിട്ടാണ് നമ്മുടെ സ്റ്റെയർ കേസും വാഷ് ബേസിനും ഒക്കെ വരുന്നത്. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഹോൾ വരുന്നത് 180 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടാ. ഇനി നമ്മൾ ഇവിടെ ഫ്ലോറിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റെയറിനോട് ചേർന്നിട്ട് ഈ ഒരു ഫോയറിന്റെ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടുന്ന് കിച്ചണിലേക്കായിട്ട് ഒരു വുഡൻ ടൈപ്പ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. മറ്റു ഭാഗത്തൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ മാർബിൾ തന്നെയാണ് വരുന്നത്. നമ്മുടെ ഡൈനിങ് ഹാളിൽ നോക്കിയാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടേബിൾ ടോപ്പിലൊക്കെ ആയിട്ട് ഇറ്റാലിയൻ മാർബിൾ ആണ് കേട്ടോ വരുന്നത്. കൂടാതെ ചെയർ ഒക്കെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ഡിസൈനിൽ വരുന്ന വുഡിന്റെ ചെയർ തന്നെയാണ്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ നമ്മുടെ ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ആ ഭാഗത്തെ ഒരു വോളായിട്ട് നോക്കിയാൽ 2 വശത്തായിട്ടും 2 വിൻഡോസ് വരുന്നുണ്ട്. കർട്ടൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഡിസൈനിലാണ് കേട്ടോ ഈ വിൻഡോ വരുന്നത്. ഇനി നമ്മുടെ സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായിട്ടാണ് കേട്ടോ ഇവിടെ വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് എന്നാൽ ലുക്കിൽ ഒരു കുറവും വരുത്താതെ വളരെ മനോഹരമായ രീതിയിൽ നമ്മൾ പൊതുവെ കാണുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ ഇവിടെ വാഷ് ബേസിനും മിററൊക്കെ വരുന്നത്. ആ വാഷ് ബേസിൻ ഇരിക്കുന്നതിന്റെ ആ ഒരു ഭാഗം നോക്കി വലിയൊരു ഗ്ലാസ് പോലല്ലേ, വേറൊരു ഡിസൈനില്ലേ, നമ്മൾ പൊതുവെ കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നല്ല ഭംഗിയില്ലേ കാണാന്. നമ്മുടെ സ്റ്റെയറിന്റെ താഴ്ഭാഗം ബാക്കി ഭാഗമൊക്കെ വന്നിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇനി ഈ ഭാഗത്താണല്ലോ നമ്മുടെ ലിവിംഗ് ഏരിയ നമ്മൾ കണ്ടത്. അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ആയിട്ടൊരു ബെഡ്റൂം വരുന്നുണ്ട്. ഇവിടെ ടോട്ടൽ 2 ബെഡ്റൂമാണ്. താഴെ ഒരു ബെഡ്റൂമും മുകളിലായിട്ടൊരു ബെഡ്റൂമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ബെഡ്റൂം നോക്കിയല്ലേ. ഇനിയിപ്പോ നമ്മൾ ഈ റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു റൂമാണ് കേട്ടോ ഇത് വന്നിട്ട്. ആകെ മൊത്തം 160 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ നമ്മുടെ ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ നേരെ കാണുന്നത് ഒരു ബാത്റൂമും അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഫുൾ മിററും ആണ്. ശേഷം നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടാണ് നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ വരുന്നത്. ഒരു സിമ്പിൾ ഡിസൈനിലാണ് നമ്മുടെ കോട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കോട്ടിന്റെ നേരെ ബാക്ക് വോളിലായിട്ട് നോക്കിയാൽ ഒരു വിൻഡോ വരുന്നുണ്ട്. ആ വോളിലായിട്ട് തന്നെ AC-യും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഡൈനിങ് ഹാളിലൊക്കെ കണ്ട പോലെ തന്നെ ഈ വിൻഡോക്കും കർട്ടൻ ഒന്നും വരുന്നില്ല, പക്ഷെ നല്ല ഭംഗിയിൽ വരുന്നൊരു ഡിസൈനാണ്. ഇനി അവിടുന്ന് ഈ ഒരു വശത്തായിട്ടാണ് നമ്മുടെ വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്ലൈഡിംഗ് ഡോർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ വാൾഡ്രോബിനോട് ചേർന്നത് ആ വോളിലായിട്ട് ഈ വശത്തായിട്ട് ഒരു ഡബിൾ ഡോർ വിൻഡോയും വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ നേരത്തെ കണ്ട ബാത്റൂം നോക്കിയല്ലേ, FRP ഡോറൊക്കെ ആണ് കേട്ടോ വരുന്നത്. ഈ ബാത്റൂം വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേ കളറിൽ മൊത്തത്തിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. 50 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ നമ്മുടെ ഈ ബാത്റൂം വരുന്നത്.
അപ്പൊ ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവല്ലേ. അതിന് മുന്നായിട്ട് ഇതേ നമ്മുടെ ഡൈനിങ് ഹാളിലായിട്ട് ഇവിടെ ഈ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മുടെ കിച്ചണിൽ നിന്ന് ഹാളിലേക്കായിട്ട് ഈ ഒരു ഭാഗത്താണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ഹൈ ചെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ കൗണ്ടർ ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ കിച്ചന്റെ എൻട്രൻസിലായിട്ട് ഇതുപോലെ വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. അതിലായിട്ട് ഇതാ ഇതുപോലെ 3 ഷോ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. വളരെ മോഡേൺ രീതിയിൽ ചെയ്തിട്ടുള്ള ഈ ഷോ കിച്ചൺ വന്നിട്ട് 100 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയിൽ വരുന്ന ഒരു കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കിച്ചണിൽ മൊത്തത്തിൽ ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു കുക്കിംഗ് റേഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കിച്ചൺ ചിമ്മിനിയും കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നീളത്തിലൊരു റാക്ക് വരുന്നുണ്ട്. അതിന്റെ തുടക്കത്തിലായിട്ട് നോക്കിയാൽ വലിയൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ബേസിലായിട്ടൊക്കെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അവിടുന്ന് ഇതേ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വുഡിന്റെ ഒരു ഓപ്പൺ ഷോക്കേസും വരുന്നുണ്ട് കേട്ടാ. അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ആ ഒരു ഷോക്കേസിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. ഇനി നമ്മുടെ ഈ റാക്കിന്റെ താഴ്വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ലോവർ ക്യാബിൻസും കൊടുത്തിട്ടുണ്ട്. ഒരു ഓഫ് വൈറ്റ് കളറിലാണ് കേട്ടോ ഇവിടെ കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത്. ഓരോ ഐറ്റംസിനായിട്ടും ഇതുപോലെ അതത് ക്യാബിൻസ് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതൊക്കെ ഒന്ന് ജസ്റ്റ് തുറന്നു നോക്കല്ലേ. മുകളിലത്തെ ഈ യൂണിറ്റിന്റെ ഡോർ വന്നിട്ട് ലിഫ്റ്റ് ഓവർ ആണ് കേട്ടോ. അപ്പൊ കിച്ചൺ കണ്ടു കഴിഞ്ഞില്ലേ. ഇനി നമ്മൾ ഹാളിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ. ആദ്യം സ്റ്റെയർ നോക്കുകയാണെങ്കിൽ വുഡിന്റെ സ്റ്റെയർ ആണ് കേട്ടോ വരുന്നത്. ഹാൻഡ് റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് വുഡ് വെച്ചിട്ടാണ്. ഈ റെയിലിംഗ് ചെയ്തിട്ടില്ലേ ആ ഒരു വുഡും വന്നിട്ട് ഇവര് പഴയ വുഡ് കൊണ്ട് ചെയ്തതാണ് കേട്ടോ. പഴയ വുഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവര് ജനലൊക്കെ എടുത്തത് അവരുടെ ആദ്യത്തെ വീടിൽ നിന്നാണ്. അതേപോലെ തന്നെ ആ വീട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു വുഡൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതും ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ വന്നിട്ട് നോക്കുകയാണെങ്കിൽ വുഡിന്റെ സ്റ്റെയർസ് തന്നെയാണ്. ഞാൻ പറയാൻ മറന്നൊരു കാര്യം, നമ്മുടെ ഈ വീടിന്റെ മെയിൻ ഡോർ വന്നിട്ട് തേക്കിന്റെ വുഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളിതേ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ സ്റ്റെയർ ഏരിയന്റെ ആ ഭാഗത്തെ ഒരു വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ അകത്തേക്ക് വെന്റിലേഷൻ ഒക്കെ കിട്ടുന്ന തരത്തിൽ ഒരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ മുകളിൽ എത്തിയാൽ ഇവിടെ ഇതുപോലെ ഒരു ഹോള് വരുന്നുണ്ട്. 100 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഈ ഹോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ വുഡൻ ടൈപ്പിലാണ് കേട്ടോ ടൈല് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഹോളിലായിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു സിംഗിൾ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി വോളിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് ഒരു സിംഗിൾ വിൻഡോയും മറുവശത്തെ വോളിലായിട്ട് നോക്കിയാൽ ഇതാ ഒരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. ഇനിയിപ്പോ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ബെഡ്റൂം വന്നിട്ടുള്ളത്. വളരെ സൗകര്യത്തോട് കൂടിയിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ഈ ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 180 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഈ റൂമിലെ ഫ്ലോറിലായിട്ടും ഇതേ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വുഡൻ ടൈപ്പ് ടൈലനാണ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ മൊത്തത്തിൽ ഒരു വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനിലാണ് കേട്ടോ ഈ റൂം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. കോട്ടിന്റെ ഹെഡ് കോട്ടിന്റെ ഭാഗത്തായിട്ട് ഒരു കുഷൻ ടൈപ്പിലാണ് വരുന്നത്. ഇനി അവിടുന്ന് നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വോളിലായിട്ട് ഒരു വിൻഡോയും കൂടാതെ കോട്ടിന് നേരെ ഓപ്പോസിറ്റുള്ള വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ 2 വിൻഡോയും വരുന്നുണ്ട്. ഒരു പ്രത്യേക തരം ഡിസൈനിലാണ് കേട്ടോ ഇവിടെ വിൻഡോ ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇനി ഈ റൂമിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഡ്രസ്സിംഗ് ഏരിയ വരുന്നത്. ഈ റൂമിലെ സീലിംഗിലായിട്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നടുക്കായിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. കൂടാതെ 2 വശത്തായിട്ടും ജിപ്സം ബോർഡിൽ ഡിസൈൻ കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ പ്രൊഫൈൽ ലൈറ്റ്സും LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ 30 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഈ ഡ്രസ്സിംഗ് ഏരിയ ചെയ്തിട്ടുള്ളത്.
കൂടാതെ ഇവിടെ ആയിട്ടുള്ള ഈ ബാത്റൂം നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നല്ല സൗകര്യത്തിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഷോ വാളായിട്ട് വൈറ്റ് കളർ ടൈലും മറ്റു രണ്ട് ഭാഗത്തായിട്ട് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് ടൈല് കൊടുത്തിട്ടുള്ളത്. ഒരു കുഞ്ഞു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. 50 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ ഈ ബാത്റൂം. ഇനിയിപ്പോ അവസാനമായിട്ട് നമുക്ക് ഈ വീടിന്റെ ബാൽക്കണി നോക്കിയാലോ. നമ്മുടെ ഈ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്കിന്റെ വളരെ മനോഹരാക്കുന്നത് ഈ ഒരു ബാൽക്കണിന്റെ ഒരു ഡിസൈനും കൂടിയാണ് കേട്ടോ. 160 സ്ക്വയർ ഫീറ്റില് വീതി കുറച്ച് നീളത്തിലായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ബാൽക്കണി ചെയ്തിട്ടുള്ളത്. ഫ്ലോറിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു തരം വുഡൻ ടൈലും കൂടാതെ നടുക്കായിട്ട് ഇതുപോലെ നല്ല ഡിസൈനൊക്കെ വരുന്നൊരു ടൈലൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ എൻഡിലായിട്ട് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ GI പൈപ്പ് റെയിലിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ എക്സ്റ്റീരിയർ ലുക്ക് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഡോറിനോട് ചേർന്നുള്ള രണ്ട് വശത്തെ വോളിലായിട്ടും നല്ല ഭംഗിയിൽ തന്നെ സ്പോക്ക് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളിതാ ഇതിന്റെ റൂഫിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ പൈപ്പ് കൊടുത്തിട്ട് അതിൽ ഓടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഒരു 2 പാർട്ടായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. കൂടാതെ നല്ല ഭംഗിയിൽ ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. അപ്പൊ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഓടും ഇവരുടെ ആദ്യത്തെ വീട്ടിൽ നിന്ന് ഇവർ എടുത്തതാണ് കേട്ടോ. അപ്പൊ മൊത്തത്തിൽ ഇതാ കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ടാണ് ഇവരിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ പഴയതാണെന്നൊന്നും തോന്നുന്നേ ഇല്ല കേട്ടോ. അത്രക്ക് മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പൊ ഇതുപോലെ കുറച്ച് വുഡിന്റെ ഐറ്റംസ് ആയാലും വിൻഡോസ് ഒക്കെ അവർ പഴയ വീടിൻ്റെതൊക്കെ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഈ വീടിന്റെ കറക്റ്റ് എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടിയാൽ എന്തായാലും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണേ. അപ്പൊ നമ്മുടെ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിച്ച ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേട്ടോ. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണാം. ബൈ.